ഹലോ, രാവിലെ 2:59 കേട്ടോ. ഞാൻ 2 മണിക്ക് എഴുന്നേറ്റ് മുഖമെല്ലാം കഴുകി ചായ എല്ലാം കുടിച്ചിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുവാണ്. ഒരാളെ ആരെന്നറിയോ, ഇന്നൊരു മേക്കപ്പ് ഉണ്ട്. അപ്പോൾ ബ്രൈഡല്ല, വെഡ്ഡിങ് ഗസ്റ്റ് മേക്കപ്പാണ്. അപ്പോൾ ആ കുട്ടി ഇങ്ങോട്ട് വരാൻ പറഞ്ഞു കേട്ടോ. അതൊരു വലിയ സമാധാനമായിരുന്നു. കാരണം കുഞ്ഞിന് കോൾഡായത് കാരണം അവൻ ഉറങ്ങിയിട്ടേ ഇല്ല. അപ്പം അവനെ വെച്ചിട്ട് എനിക്ക് പോവുക പറയുമ്പോൾ വലിയ ടെൻഷനായിരുന്നു. അപ്പോൾ ആ കുട്ടി ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ സാരിയെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് മേക്കപ്പിന് ആവശ്യമുള്ള സംഭവങ്ങളെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. വെഡ്ഡിങ് ഗസ്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ പൂവൊക്കെ ആ കുട്ടി തന്നെ കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ കുട്ടിയുടെ നല്ല ലോങ് ഹെയർ ആയിരുന്നു. ആൾ 3 മണിയാകുമ്പോൾ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. നല്ല ലോങ് ആയിട്ടുള്ള തിക്കായിട്ടുള്ള ഹെയർ ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഹെയർ സ്റ്റൈലൊക്കെ ഒന്ന് വെച്ച് നോക്കുമായിരുന്നു. അപ്പോൾ ഏതാണ് മുഖത്തിന് ചേരുക എന്നൊക്കെ പറയുമായിരുന്നു. പിന്നെ ആളൊന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ ലെൻസ് വെക്കണമെന്ന്. നമ്മളെന്തായാലും നമ്മുടെ എല്ലാ മേക്കപ്പ് ലുക്കിലും ലെൻസ് വെക്കാറുണ്ട് കേട്ടോ. എന്നാലും അതിനൊരു ഫിനിഷിംഗ് ഉള്ള പോലെ എനിക്ക് തോന്നിയിട്ടുള്ളൂ. അപ്പോൾ ആളും പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ലെൻസ് വെക്കണം. ഞാൻ ആദ്യമായിട്ടാണ് ലെൻസ് വെക്കുന്നതെന്ന്. ആദ്യമായിട്ട് വെക്കുന്നത് കൊണ്ടുള്ള ഒരു കുഞ്ഞു ബുദ്ധിമുട്ട് മാത്രമേ ആൾ കാണിച്ചിട്ടുള്ളൂ. അല്ലാതെ വേറെ ഒരു പ്രശ്നമില്ല കേട്ടോ. ആൾ ഓക്കെ ആയിരുന്നു. പിന്നെ നമ്മുടെ മേക്കപ്പ് തുടങ്ങി. എല്ലാം തന്നെ എനിക്ക് കവർ ചെയ്യാൻ പറ്റിയില്ല. കാരണം ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു. ചേച്ചി കുഞ്ഞ് എൻ്റെ കൂടെ തന്നെ എഴുന്നേറ്റിരിക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ അവനെ എടുത്തിട്ട് നടക്കുന്നതിൻ്റെ ഇടയിൽ കുഞ്ഞായിട്ടുള്ള ഓരോ വീഡിയോ മാത്രമേ എനിക്ക് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാനത് അതുകൊണ്ടാണ് ഷോർട്ടായിട്ട് ഇടാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ നമ്മൾ ഐലാഷ് വെച്ച് നോക്കിയിട്ടോ. പക്ഷേ ഐലാഷ് വെച്ചപ്പം ഭയങ്കര ഭംഗിയുണ്ടായിരുന്നു. കണ്ണിനൊരു ജീവൻ വന്ന പോലെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആൾക്കൊരു ചെറിയ കോൺഫിഡൻസ് കുറവാണ്, അല്ലെങ്കിൽ ഒരു ഡിസ്കംഫേർട്ടാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു വേണ്ട, നമുക്ക് നന്നായിട്ട് തന്നെ മസ്കാര ഇട്ട് കൊടുക്കാമെന്നൊക്കെ വിചാരിച്ച് അത് ഞാൻ പിന്നെ റിമൂവ് ചെയ്ത് കൊടുത്തു കേട്ടോ. പിന്നെ എനിക്ക് എപ്പോഴും കസ്റ്റമേഴ്സ് കംഫർട്ടായിട്ടിരിക്കുന്ന കേട്ടോ ഇഷ്ടം. അപ്പോൾ ഒരുപാട് മേക്കപ്പ് ചെയ്തു എന്ന് തോന്നിയാൽ ചിലപ്പോൾ അവർക്ക് മറ്റുള്ളവർ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകും. അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ എനിക്കും അതൊരു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ എപ്പോഴും സ്കിൻ ടോൺ ആയിട്ടുള്ള മേക്കപ്പ് ചെയ്യാനാണ് ശ്രദ്ധിക്കാറ്. നമ്മുടെ കുഞ്ഞാപ്പി ഇതാ എണീറ്റിരിക്കുക കേട്ടോ. അപ്പോൾ അവരുടെ ഇഷ്ടപ്രകാരമാണ് ഈ മേക്കപ്പും ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആളയച്ചു തന്ന ഫോട്ടോസാണ് കേട്ടോ ഇത്. ലാസ്റ്റ് കൊണ്ടായപ്പോൾ സമയമായി അവർക്ക് പോകാൻ. അതുകൊണ്ട് ഞാൻ ഫോട്ടോസും വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. ഇതാണ് ഹെയർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു ചേച്ചിക്ക് കൂടെ ഉണ്ടായിരുന്നു. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. ആൾ ലാസ്റ്റ് കൊണ്ടാണ് വന്നത്. അപ്പോൾ സാരി പ്ലേറ്റ് ചെയ്ത് ജസ്റ്റ് ഒന്ന് മേക്കപ്പും ഹെയറും മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതും ഭയങ്കര മിനിമലായിട്ടാട്ടോ ആ ചേച്ചിക്ക് ചെയ്തു കൊടുത്തത്. പിന്നെ ആ ചേച്ചി മേക്കപ്പ് വേണ്ട കുട്ടി, സാരി ഹെയർ മാത്രം മതി എന്നൊക്കെ പറഞ്ഞേട്ടോ. അപ്പോൾ ഞാൻ നിർബന്ധിച്ച് ചെയ്ത് കൊടുത്തായിരുന്നു. പിന്നെ ഇതായി നമ്മൾ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കി. ഇന്ന് അതുകൊണ്ട് സ്കൂളിലൊന്ന് പോകണമായിരുന്നു, മീറ്റിംഗ് ആയിരുന്നു. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ബൈ, സീ യു.